ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ബിരിയാണി തയ്യാറാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ബിരിയാണി തയ്യാറാക്കുക പറഞ്ഞാൽ ബിരിയാണി കിറ്റ് വാങ്ങിച്ച് നമ്മൾ കിറ്റ് ആകുമ്പോൾ അതിൽ ചേർക്കേണ്ട സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു ബിരിയാണി കിറ്റ് അങ്ങ് വാങ്ങിച്ച് ഇന്ന് ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു ബിരിയാണി വെക്കാം എന്ന് പറഞ്ഞ് ബിരിയാണി വെക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മളൊരു ഇലക്ട്രിക് കുക്കറിലാണ് ബിരിയാണി വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കപ്പ് അളന്നെടുക്കുന്നതാണ് കാണിക്കുന്നത്. അതിൻ്റെ കപ്പാണത്. ആ കപ്പിന് 5 ഗ്ലാസ് അരി അളന്നെടുത്ത് വെക്കാമെന്നാണ് കരുതുന്നത്. അങ്ങനെ ഗ്ലാസ്സിൽ 5 ഗ്ലാസ് അരി അളന്നെടുത്തു. എന്നിട്ട് അത് 30 മിനിറ്റ് നമ്മൾ കുതിരാൻ വേണ്ടി മാറ്റി വെച്ചു. അതിനുശേഷം ചിക്കൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടി ഇട്ട്, കറിവേപ്പില എല്ലാം കൂടി ഇട്ട്, അത് കഴിഞ്ഞ് സവോള ഇട്ട് വഴറ്റുന്നതാണ് കാണിക്കുന്നത്. വഴറ്റിയതിന് ശേഷം നമ്മൾ ഇച്ചിരി മല്ലിയില കൂടി അതിനകത്ത് ഇടുകയാണ്. അങ്ങനെ അത് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നതാണ്. മല്ലിപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഇച്ചിരി ഗരം മസാല, മഞ്ഞൾപ്പൊടി എന്നിവയെല്ലാം കൂടെ ചേർത്ത് നമ്മളിനി നല്ലതായിട്ട് അതെല്ലാം ഇളക്കി ഒന്ന് യോജിപ്പിക്കാൻ പോകുന്നതാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ ഇലക്ട്രിക് കുക്കറിനകത്ത് ഇത് നമുക്ക് ചെയ്യാം. അത് നേരത്തെ ചിക്കൻ കഴുകി വൃത്തിയാക്കി അതിനകത്ത് നമ്മൾ ചിക്കനകത്തോട്ട് പൊടിയെല്ലാം ചേർത്ത് വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഇപ്പോൾ ഇലക്ട്രിക് കുക്കറിനകത്തോട്ട് ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് ഇലക്ട്രിക് കുക്കറിലിട്ട് വഴറ്റാം പക്ഷെ ഞാൻ എളുപ്പത്തിന് അങ്ങനെ വഴറ്റാം എങ്കിലും ഞാൻ ഗ്യാസേ വെച്ച് വഴറ്റി ചിക്കൻ കറി വെക്കുന്നതിന് സവോളയൊക്കെ വഴറ്റി ഇലക്ട്രിക് കുക്കറിനകത്തോട്ട് ഇട്ടതാണ്. എന്നിട്ട് നമ്മൾ പുരട്ടി വെച്ച ചിക്കനും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ചിക്കൻ വെന്ത് വന്നതാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ ഇലക്ട്രിക് കുക്കറിനകത്ത് ചിക്കൻ വെന്ത് വന്നതാണ് കാണുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ബിരിയാണി അരി കഴുകി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ബിരിയാണി അരിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് അതിന് വേണ്ടുന്ന സവോളയും പിന്നെ നെയ്യും മറ്റേ കറുവാപ്പട്ട അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി ഇട്ട് ഇച്ചിരി നാരങ്ങ നീര് ഒഴിച്ച്, എന്നിട്ട് നമ്മൾ ഇച്ചിരി ഉപ്പ് ചേർത്ത്, കപ്പലണ്ടി, മുന്തിരിങ്ങ അതെല്ലാമാണ് നമ്മൾ അതെല്ലാം കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് 5 ഗ്ലാസ് അരിക്ക് 10 ഗ്ലാസ് വെള്ളം എന്ന നിലയിലാണ് നമ്മൾ ഇലക്ട്രിക് കുക്കറിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഒഴിച്ചു കൊടുത്ത് നമ്മളത് ഇളക്കി, എന്നിട്ട് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയതിന് ശേഷം അത് വേകാനായിട്ട് വെച്ചു. വെന്ത് റെഡി ആയിരിക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും